ഓക്കെ, ഇവിടെ ഇൻകം ടാക്സ് അല്ല വിഷയം. ഇൻകം ടാക്സിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു അക്കൗണ്ട് സ്റ്റാൻഡേർഡ് ഉണ്ട്. ആ അക്കൗണ്ട് സ്റ്റാൻഡേർഡ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക? ഇതൊരു സീരിയസ് ആയിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എംകോമിന്റെ സെക്കൻഡ് സെമ്മിന്റെ അഡ്വാൻസ്ഡ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്, അതിലെ പ്രധാനപ്പെട്ട ചാപ്റ്ററാണ് ഇൻകം ടാക്സ്. അപ്പൊ പ്രധാനമായിട്ടും ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എംകോം സെക്കൻഡ് സെം അഡ്വാൻസ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ് സ്റ്റുഡൻസിനെ ഉദ്ദേശിച്ചിട്ടാണ് ചെയ്യുന്നത്. ഇത് എന്റെ ടാക്സ് ഗുരുവിൽ വന്ന എന്റെ തന്നെ ഒരു ആർട്ടിക്കിൾ ഉണ്ട്, അതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോ ഇതിലൊരു തിയററ്റിക്കൽ ഡിസ്കഷൻ മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. ആദ്യം ഇതിന്റെ തിയറി പഠിച്ചിട്ട് പിന്നെ ഇതിന്റെ പ്രോബ്ലം ക്വസ്റ്റ്യൻസ് ചെയ്യും കേട്ടോ. അപ്പോ ഇൻകം ടാക്സ് ആയിട്ട് ബന്ധപ്പെട്ട 3 അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഇന്ത്യയിലുള്ളത്. ഏറ്റവും ആദ്യം INDAS 12, പിന്നെ IAS 12, പിന്നെ AS 22. ഇതിലിപ്പോ ഇന്ത്യൻ കമ്പനികൾ അനുസരിക്കേണ്ട INDAS 12 ആണ്. IAS 12 ഭൂമിയിലെ 140-ലധികം രാജ്യങ്ങളിലുള്ള ഇന്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ആണ്. AS 22 ഇന്ത്യൻ കമ്പനികൾ അനുസരിക്കേണ്ട ആവശ്യമില്ല. ഇന്ത്യൻ കമ്പനികൾ INDAS ആണ് അനുസരിക്കേണ്ടത്, AS-ഓ IAS-ഓ അല്ല. ഇനി INDAS 12-ഉം IAS 12-ഉം കൂടി കാര്യമായുള്ള വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഇനിയുള്ള ചർച്ചകളിലൊക്കെ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് രണ്ടിനും അപ്ലിക്കബിൾ ആയ കാര്യങ്ങളാണ്. INDAS 12-നും IAS 12-നും ഒരുപോലെ അപ്ലിക്കബിൾ ആയ കാര്യങ്ങൾ കേട്ടോ. അവ തമ്മിൽ കാര്യമായുള്ള വ്യത്യാസമില്ല. അതുകൊണ്ട് തന്നെ ഈ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ആൻഡ് അതർ കോംപ്രിഹെൻസീവ് ഇൻകം, സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി, സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ, ഇതൊക്കെ INDAS-ഉം IAS-ഉം വെച്ച് വരയ്ക്കേണ്ട ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ പുതിയ പേരുകളാണ്. പഠിച്ചു കാണും കേട്ടോ. പിന്നെ ഇന്ത്യയിലെ ഇൻകം ടാക്സിനെ സംബന്ധിച്ച നിയമങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിക്കുകയാണെന്ന് വെച്ചാൽ 1961 ഇൻകം ടാക്സ് ആക്ട് ഉണ്ട്, 1962 ഇൻകം ടാക്സ് റൂൾസ് ഉണ്ട്, പിന്നെ റെലവന്റ് ഫിനാൻസ് ആക്ട് ഉണ്ട്. അതാണ് ഇൻകം ടാക്സിനെ സംബന്ധിച്ച് ഇന്ത്യയിലത്തെ നിയമങ്ങൾ കേട്ടോ. ഈ ഒരു സ്റ്റാൻഡേർഡ് എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ സംസാരിച്ചു, ഇവിടെ ഉദ്ദേശിക്കുന്ന INDAS 12-ഉം IAS 12-ഉം ആണ്. അപ്പൊ ഈ സ്റ്റാൻഡേർഡ്സിന്റെ ഒരു സിഗ്നിഫിക്കൻസ് എന്താണെന്ന് വെച്ചാൽ ഈ ഡെഫേർഡ് ടാക്സ് എന്നൊരു ഐറ്റത്തെ എങ്ങനെ റെക്കഗ്നൈസ് ചെയ്യും, അതാണ് ഈ സ്റ്റാൻഡേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഡെഫേർഡ് ടാക്സിന്റെ റെക്കഗ്നിഷൻ വരിക. അപ്പൊ ഇന്ത്യയുടെ പഴയ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിനും കൺവെൻഷൻസും ഒന്നും ഡെഫേർഡ് ടാക്സിനെ സംബന്ധിച്ച് അധിക കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഡെഫേർഡ് ടാക്സ് എന്നുള്ള പുതിയ കാര്യത്തെ എവിടെ കാണിക്കും? അത് സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ കാണിക്കണോ, അതോ സ്റ്റേറ്റ്മെന്റ് ഓഫ് അതർ കോംപ്രിഹെൻസീവ് ഇൻകത്തിൽ കാണിക്കണോ, അതോ സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റിയിൽ കാണിക്കണോ, അതോ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷനിൽ കാണിക്കണോ? അതാണ് ഇവിടുത്തെ ചോദ്യം. ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം. INDAS വെച്ചിട്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് വരയ്ക്കുമ്പോൾ 3 എണ്ണം വരിക. ഒന്ന് സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്, ഒന്ന് സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി, ഒന്ന് ബാലൻസ് ഷീറ്റ്. IAS വെച്ച് വരയ്ക്കും 3 എണ്ണം വരിക. ഒന്ന് സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ആൻഡ് അതർ കോംപ്രിഹെൻസീവ് ഇൻകം, സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി, പിന്നെ ബാലൻസ് ഷീറ്റിന് പകരം സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ കേട്ടോ. അപ്പൊ ഇവിടെ ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ കാണിക്കുന്ന പ്രോഫിറ്റും ഇൻകം ടാക്സ് ആക്ട് അനുസരിച്ച് അവർ കണ്ടുപിടിക്കുന്ന പ്രോഫിറ്റും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഈ സ്റ്റാൻഡേർഡ് വരുന്നത്. ഇൻകം ടാക്സ് ആക്ട് അനുസരിച്ച് ബിസിനസ് പ്രോഫിറ്റ് ഇൻകം ടാക്സ് കണ്ടുപിടിക്കും. ആ പ്രോഫിറ്റും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ കാണിക്കുന്ന നെറ്റ് പ്രോഫിറ്റ് തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. ഇൻകം ടാക്സുകാര് ഈ ഇൻകം ടാക്സ് നിയമം അനുസരിച്ചും ഇൻകം ടാക്സ് റൂൾസ് അനുസരിച്ചും അവര് റെലവന്റ് ഫിനാൻസ് ആക്ട് അനുസരിച്ചും അവര് കണ്ടുപിടിക്കുന്ന നെറ്റ് പ്രോഫിറ്റിന്റെ മേലെയാണ് ഇൻകം ടാക്സ് കൊടുക്കേണ്ടി വരിക. പക്ഷെ നമുക്കറിയാം, ഇൻകം ടാക്സ് പഠിച്ചവർക്ക് വളരെ വ്യക്തമായിട്ട് അറിയുന്ന കാര്യമാണ് 2019-20 എന്ന കഴിഞ്ഞ പ്രീവിയസ് ഇയറിലെ ഇൻകത്തിന്റെ മേലെ 2020-21 എന്ന ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന അസസ്മെന്റുകളാണ് ഇൻകം ടാക്സ് കൊടുക്കേണ്ടി വരിക. നമ്മൾ കഴിഞ്ഞ 3 ലക്ഷം രൂപ ഇൻകം ടാക്സ് കോഴ്സായിട്ട് മാറ്റി വെച്ചു. ഇക്കൊല്ലം ഇൻകം ടാക്സ് നിയമം അനുസരിച്ചിട്ട് 19-20 പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അടിസ്ഥാനമാക്കി മറ്റൊരു നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിച്ചു. എന്നിട്ട് അതിന്റെ മേലെ അവരൊരു ഇൻകം ടാക്സ് ചുമത്തി. അപ്പൊ നമ്മുടെ കഴിഞ്ഞ കൊല്ലത്തെ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അതർ കോംപ്രിഹെൻസീവ് ഇൻകത്തിലോ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിലോ നമ്മൾ കാണിച്ച ഇൻകം ടാക്സിന്റെ പ്രൊവിഷനും ഇൻകം ടാക്സുകാര് കണ്ടുപിടിക്കുന്ന ഈ പ്രോഫിറ്റും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. ആ വ്യത്യാസം ഉണ്ടാവുന്ന മനസ്സിലായില്ലേ? അങ്ങനെ വ്യത്യാസം ഉണ്ടാവും. അങ്ങനെ വ്യത്യാസം ഉണ്ടാകുമ്പോ നമുക്ക് 2019-20 എത്രമാത്രമാണ് ആ വ്യത്യാസം ഉണ്ടാവുക എന്ന് മുൻകൂട്ടി പ്രവചിക്കാൻ പറ്റില്ല.
പക്ഷെ ഈ അക്കൗണ്ട് സ്റ്റാൻഡേർഡ്സിന്റെ ഒക്കെ കാലഘട്ടത്തേക്ക് വരുമ്പോൾ നമ്മുടെ ഈ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസും സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ പോസ്റ്റിനൊക്കെ 100% അക്യുറേറ്റ് ആവണം. ഓൾമോസ്റ്റ് 100% അക്യുറേറ്റ് ആവണം. എല്ലാ കാര്യങ്ങളും വെളിപ്പെടുത്തണം. അക്യുറേറ്റ് എന്നതിനേക്കാൾ ഇമ്പോർട്ടന്റ് വാക്ക് ഡിസ്ക്ലോഷർ, ട്രാൻസ്പെറന്റ്, എല്ലാ കാര്യങ്ങളും വെളിപ്പെടുത്തണം എന്നായിരിക്കും. അതുകൊണ്ട് 19-20 തന്നെ 20-20 വരുന്ന ഇൻകം ടാക്സിന്റെ ഒരു ഇഫക്റ്റ് 19-20 കാണിക്കും. ആ ഒരു ഇഫക്റ്റിനെ വിളിക്കുന്ന പേരാണ് ഡെഫേർഡ്. ആ ഒരു ഇഫക്റ്റിനെ വിളിക്കുന്ന പേരാണ് ഡെഫേർഡ് ടാക്സ്. മനസ്സിലാവുണ്ടോ? അപ്പൊ ഡെഫേർഡ് ടാക്സ് കാണിക്കും. അതിനു വേണ്ടിയാണ് ഈ സ്റ്റാൻഡേർഡ് കേട്ടോ. ബിസിനസ് 2019-20 റെക്കഗ്നൈസ് ചെയ്യണം. 2020-20 വരാവുന്ന ഫ്യൂച്ചർ ടാക്സ് ലയബിലിറ്റി, ഫ്യൂച്ചർ ടാക്സ് അസറ്റ്. ചിലപ്പോ എല്ലാ സമയത്തും ടാക്സ് ലയബിലിറ്റി വേണമെന്നില്ല, ചിലപ്പോൾ ഫ്യൂച്ചർ ടാക്സ് അസറ്റ് ആവുമ്പോൾ അത് റെക്കഗ്നൈസ് ചെയ്യും. അത് റെക്കഗ്നൈസ് ചെയ്യുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് ഡെഫേർഡ്. ഒന്നുകിൽ ഡെഫേർഡ് ടാക്സ് അസറ്റ് ആവാം, അല്ലെങ്കിലോ ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി. അത് ബാലൻസ് ഷീറ്റ് കാണിക്കണം. IAS ആകുമ്പോൾ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷനിൽ കാണിക്കണം കേട്ടോ. അപ്പൊ ഈ സ്റ്റാൻഡേർഡ് ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് ചോദിക്കുകയാണെന്ന് വെച്ചാൽ, ഇൻകം ടാക്സിന് ഇൻകം ടാക്സിന്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് നിർദ്ദേശിക്കും. എങ്ങനെയാണ് ഇൻകം ടാക്സ് ഈ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിലും അതുപോലെ ബാലൻസ് ഷീറ്റിലും കാണിക്കുക INDAS വെച്ച് കേട്ടോ. എങ്ങനെയാണ് ഇൻകം ടാക്സ് സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ആൻഡ് അതർ കോമ്പണൻസ് ഇൻകത്തിലും സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷനിലും കാണിക്കും കേട്ടോ. ഈ അക്കൗണ്ടിങ് ഫോർ കറന്റ് ആൻഡ് ഫ്യൂച്ചർ ടാക്സ് അത് എങ്ങനെ ചെയ്യും? കറന്റ് ടാക്സും ഫ്യൂച്ചർ ടാക്സും ഉൾക്കൊള്ളിക്കും. ഇതാണ് ഇതിന്റെ ഒബ്ജക്റ്റീവ്സ്. ഫ്യൂച്ചർ ടാക്സ് വെച്ച് അവിടെയാണ് ഡെഫേർഡ് ടാക്സ്, ഡെഫേർഡ് ടാക്സ് വെച്ച് ഫ്യൂച്ചർ ടാക്സ് കേട്ടോ. ഇനി ഇതിന്റെ സ്കോപ്പ്, ഈ സ്റ്റാൻഡേർഡിന്റെ സ്കോപ്പ്, ഇൻകം ടാക്സിന്റെ അക്കൗണ്ടിങ് അതിന് വേണ്ടിയിട്ടാണ് ഈ സ്റ്റാൻഡേർഡ് കേട്ടോ. ഇൻകം ടാക്സിന്റെ അക്കൗണ്ടിങ് അതിന് വേണ്ടിയാണ് ഈ സ്റ്റാൻഡേർഡ്. ഇനി ഈ സ്റ്റാൻഡേർഡിന്റെ സ്കോപ്പിൽ ഉൾപ്പെടുത്താത്ത ചില കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾക്ക് ഇവിടെ PPT കാണാൻ പറ്റും ഏതൊക്കെയോ ഉൾപ്പെടാത്ത കാര്യങ്ങളെന്ന്. ഇനി ഈ സ്റ്റാൻഡേർഡ് വെച്ചിട്ട് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ടാക്സ് എക്സ്പെൻസ്. പഠിച്ചു നമ്മൾ. ടാക്സ് എക്സ്പെൻസ് വെച്ച ഇൻകം ടാക്സ് ആണ് ഈ സ്റ്റാൻഡേർഡ് വെച്ച ടാക്സ് എക്സ്പെൻസ്. ഇൻകം ടാക്സ് വെച്ച 2 ഇൻകം ടാക്സ് ആണ് ഈ സ്റ്റാൻഡേർഡ് അനുസരിച്ച് ടാക്സ് എക്സ്പെൻസസ് അല്ലെങ്കിൽ ഇൻകം ടാക്സ്. ഒന്ന് കറന്റ് ടാക്സ്, ഒന്ന് ഡെഫേർഡ് ടാക്സ്. കറന്റ് ടാക്സ് വെച്ചാൽ 1961 ഇൻകം ടാക്സ് ആക്ട് അനുസരിച്ച് നമ്മൾ പേ ചെയ്യേണ്ട എമൗണ്ട്, നമ്മുടെ പ്രോഫിറ്റിന്റെ മേലെ നമ്മൾ പേ ചെയ്യേണ്ട എമൗണ്ട്. അപ്പൊ 2019-20 നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. 2020-21 വരാവുന്ന ഒരു ഇൻകം ടാക്സ് 2019-20 കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് കറന്റ് ടാക്സ്. ഡെഫേർഡ് ടാക്സ് വെച്ചാൽ ഒരു അക്കൗണ്ടിങ് അഡ്ജസ്റ്റ്മെന്റ് മാത്രമാണ് കേട്ടോ. അക്കൗണ്ടിങ് അഡ്ജസ്റ്റ്മെന്റ് മാത്രം എന്ന് വെച്ചാൽ 2019-20 നമ്മള് കണ്ടുപിടിക്കും 2020-21 ഇൻകം ടാക്സ് എത്ര വരുന്നു. അത് കറന്റ് ടാക്സ് ആണ്. പക്ഷെ അവിടെ വീണ്ടും ചേഞ്ചസ് വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ആ ചേഞ്ചസ് വരാനുള്ള ചാൻസ് മുൻകൂട്ടി കണ്ടുകൊണ്ട് അതും കൂടി അക്കൗണ്ട്സിൽ ഉൾപ്പെടുത്തുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് ഡെഫേർഡ് ടാക്സ്. നമ്മൾ ഡിപ്പോസിഷൻ അക്കൗണ്ട്സിൽ ഉൾക്കൊള്ളിക്കില്ല, അതാർക്കും പേ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഡെഫേർഡ് ടാക്സ് ആർക്കും പേ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു അക്കൗണ്ടിങ് അഡ്ജസ്റ്റ്മെന്റ് ആണ്. 2019-20 2020-21 വരാവുന്ന ഇൻകം ടാക്സിന്റെ ഇഫക്റ്റ്, വരാവുന്ന ഇൻകം ടാക്സ് എങ്ങനെ 19-20 അക്കൗണ്ട്സിലെ കറന്റ് ടാക്സ് എന്തായാലും കാണിക്കണം. കറന്റ് ടാക്സ് ഒഴികെ, അതാ ഇമ്പോർട്ടന്റ് വാക്ക്, കറന്റ് ടാക്സ് ഒഴികെ എന്ത് ഇഫക്റ്റ് ആണ് 2019-20 2020-21 പേ ചെയ്യുന്ന ഇൻകം ടാക്സ് ആയിട്ട് ബന്ധപ്പെട്ട് വരിക, അതാണ് ഡെഫേർഡ് ടാക്സ്. അപ്പൊ അതും കൂടി കാണിക്കും. മനസ്സിലാവുണ്ടോ? അപ്പൊ ടാക്സ് എക്സ്പെൻഡിച്ചർ വെച്ചാൽ കറന്റ് ടാക്സ്, ഡെഫേർഡ് ടാക്സ്. ഡെഫേർഡ് ടാക്സ് വെച്ചാൽ എന്താ? ഒന്നെങ്കിൽ ഡെഫേർഡ് ടാക്സ് അസറ്റ് ആവാം, അല്ലെങ്കിൽ ഡെഫേർഡ് ടാക്സ് ലാബിലിറ്റി ആവാം കേട്ടോ. ഒന്നെങ്കിൽ ഡെഫേർഡ് ടാക്സ് അസറ്റ് ആവാം, അല്ലെങ്കിൽ ഡെഫേർഡ് ടാക്സ് ലാബിലിറ്റി ആവാം. അപ്പൊ അത് ഒറ്റയടിക്ക് ഡെഫേർഡ് ടാക്സ് അസറ്റോ ഡെഫേർഡ് ടാക്സ് ലാബിലിറ്റിയോ കണ്ടുപിടിക്കാൻ പറ്റില്ല. അതിന് ചില സ്റ്റെപ്പുകളുണ്ട്. ആദ്യം ടാക്സ് ബേസ് കണ്ടുപിടിക്കണം. ആദ്യം എന്ത് ചെയ്യണം? ടാക്സ് ബേസ് കണ്ടുപിടിക്കണം കേട്ടോ. ആദ്യം ടാക്സ് ബേസ് കണ്ടുപിടിക്കണം. ഈ ഡെഫേർഡ് ടാക്സ് അസറ്റോ അല്ലെങ്കിൽ ഡെഫേർഡ് ടാക്സ് ലാബിലിറ്റിയോ കണ്ടുപിടിക്കാൻ വേണ്ടി ആദ്യം ടാക്സ് ബേസ് കണ്ടുപിടിക്കണം. അപ്പൊ എങ്ങനെയാണ് ടാക്സ് ബേസ് കണ്ടുപിടിക്കുക? സംശയം വരികയാണ്. എങ്ങനെ ടാക്സ് ബേസ് കണ്ടുപിടിക്കുക? അതിന് ടാക്സ് ബേസ് അസറ്റിന്റെ ടാക്സ് ബേസ് ആണോ, അതോ ലാബിലിറ്റി ടാക്സ് ബേസ് ആണോ, അതോ ലാബിലിറ്റി ഫോർ റവന്യൂ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആണോ, എന്തിന്റെ ടാക്സ് ബേസ് ആണോ കണ്ടുപിടിക്കുന്നത് അതനുസരിച്ചാണ് ഇക്വേഷൻ കേട്ടോ. നമുക്ക് നാളെ ഇതിന്റെ അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ ക്വസ്റ്റ്യൻ ചെയ്യാം. ഇതുവരെ ഇപ്പൊ ഏകദേശം ഒരു അണ്ടർസ്റ്റാൻഡിങ് ടാക്സ് ബേസ് പഠിച്ചു കഴിഞ്ഞാൽ അതിന്റെ ക്വസ്റ്റ്യൻ ചെയ്യാം. എന്നിട്ട് അടുത്ത ഡിഗ്രിക്ക് പോയാൽ മതി, അത് എളുപ്പം കേട്ടോ. അപ്പൊ അസറ്റിന്റെ, അപ്പൊ നിങ്ങളിത് വ്യക്തമായിട്ട് കാണുക, അപ്പോൾ ഇതിന്റെ ഒരു കണ്ടിന്യൂഷൻ കിട്ടുള്ളൂ. അപ്പോൾ ടാക്സ് ബേസ് ഓഫ് അസറ്റ് എന്ന് വെച്ചാൽ
carrying amount as per income tax law less future taxable amount as per Income Tax Act 1961 plus future deductible amount as per Income Tax Act 1961. ഇതൊക്കെ എന്താണ് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യും. ഇപ്പൊ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിങ്ങൾക്ക് അത് വ്യക്തമാവില്ല. ടാക്സ് പേഴ്സ് ലാബിലിറ്റി എന്ന് വെച്ചാൽ ക്യാരിയിങ് എമൗണ്ട് ആസ് പെർ ഇൻകം ടാക്സ് ലോ ലെസ് ഫ്യൂച്ചർ ഡിഡക്റ്റബിൾ എമൗണ്ട് ആസ് പെർ ഇൻകം ടാക്സ് ആക്ട് 1961 പ്ലസ് ഫ്യൂച്ചർ ടാക്സബിൾ എമൗണ്ട് ആസ് പെർ ഇൻകം ടാക്സ് ആക്ട് 1961. ഇനി ടാക്സ് പേഴ്സ് ലാബിലിറ്റി ഫോർ റവന്യൂ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്ന് വെച്ചാൽ ക്യാരിയിങ് എമൗണ്ട് ലെസ് amount of revenue that will not be taxable in future period as per Income Tax Act 1961. അപ്പോൾ ടാക്സ് ബേസിന്റെ ഇക്വേഷൻ നിങ്ങൾ മനസ്സിൽ വെക്കുക. ടാക്സ് ബേസ് അസറ്റ്, ടാക്സ് ബേസ് ലാബിലിറ്റി, ടാക്സ് ബേസ് ഓഫ് ലാബിലിറ്റി ഫോർ റവന്യൂ റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. ഇത് വെച്ചിട്ട് ഇതിന്റെ ക്വസ്റ്റ്യൻ ചെയ്യണം. അപ്പൊ നമുക്ക് എന്താ കാര്യം മനസ്സിലാവും കേട്ടോ. അപ്പൊ ഡെഫേർഡ് ടാക്സ് അസറ്റോ ഡെഫേർഡ് ടാക്സ് ലാബിലിറ്റി വരാം. അത് കണ്ടുപിടിക്കാൻ ആദ്യത്തെ സ്റ്റെപ്പാണ് ടാക്സ് ബേസ് കണ്ടുപിടിക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.